ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യതീന്ദ്രൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. യതീന്ദ്രൻ നന്ദിനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ കോൺഫറൻസ് റൂമിലുണ്ടെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന യതീന്ദ്രന് വലിയ അത്ഭുതം തോന്നുകയാണ്. നന്ദിനിയെ കാണാൻ വേണ്ടി കോൺഫറൻസ് റൂമിലോട്ട് ഓടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം വിജയ് ആണെങ്കിലോ അവിടെ എത്തിയിരിക്കുകയാണ്. വിജയ് എത്തിയിട്ടുണ്ട് കേട്ടോ. വിജയ് അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി വിജയെ അവിടെ കടത്തി വിട്ടിട്ടുണ്ടാവും കേട്ടോ. പത്മയാണെങ്കിലോ വിവേക് കയറി വന്നതിനെ തുടർന്നും അതുപോലെ തന്നെ നന്ദിനിയെ വെല്ലുവിളിച്ചു, നീ ഒരു സിഒ ആവോടി, നീ നിനക്ക് അതിനുള്ള കഴിവുണ്ടോടി, നീ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവില്ലാത്ത നീ എന്താവോടി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ പത്മക്ക് കൊടുക്കാവുന്ന അത്രയും വലിയൊരു ശിക്ഷയും ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ പിന്നീട് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ വിജയ് ഈ വീഡിയോ ഓണാക്കിയിട്ട് വരികയാണ് കേട്ടോ. ഈ സമയം യതീന്ദ്രൻ കോൺഫറൻസ് ഹോൾ അങ്ങ് തുറക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. നന്ദിനിയാണെങ്കിൽ ഒരു പേപ്പറൊക്കെ എടുത്ത് നന്ദിനി ആ ഒരു സിഒ പോസ്റ്റിലിരിക്കുന്ന സീറ്റുണ്ടല്ലോ, ആ വലിയ സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് നന്ദിനി ഒരു പേപ്പറൊക്കെ ഇങ്ങനെ എടുത്ത് അവിടെ ഇങ്ങനെ കമിഴ്ന്നടിച്ച് എന്തൊക്കെയോ ചിത്രങ്ങൾ ഇങ്ങനെ വരക്കുന്നു കേട്ടോ. നന്ദിനിക്ക് സിഒ എന്ന് അതൊന്നും തന്നെ സംബന്ധിച്ച് എന്തോ ഒന്നാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ തനിക്കത് വലിയൊരു പോസ്റ്റാണ്, തനിക്കതിൻ്റെ പ്രാധാന്യം എന്തെന്നൊന്നും നന്ദിനിക്ക് അറിയില്ല. അപ്പോഴും കുട്ടിക്കളിയാണ് കേട്ടോ നന്ദിനിക്ക്. അതിനവിടെ ഇരുന്ന് ചിത്രമൊക്കെ ഇങ്ങനെ വരച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഈ ഹോളിലെ ആ റൂം അങ്ങ് തുറക്കുമ്പോൾ യതീന്ദ്രൻ ഇതാണ് കാണുന്നത്. യതീന്ദ്രൻ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒപ്പം സൂര്യയും പിറകിൽ വീൽചെയറിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം സൂര്യ ആകെ അത്ഭുതപ്പെട്ടു പോവാണ്. നന്ദിനി, നീ എന്താ ഇവിടെ ഇരുന്ന് കാണിക്കുന്നത്? നിന്നെ ഞാൻ കോൺഫറൻസ് ഹോളിലോട്ട് പറഞ്ഞയച്ചിട്ട് നീ ഇവിടെ എന്താ കാണിക്കുന്നത്? അത് പിന്നെ എന്തൊക്കെ പറഞ്ഞ് നന്ദിനി യതീന്ദ്രനെ കണ്ടിടനെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങാൻ കേട്ടോ. സാറേ പിഴ വന്ന്, സാറേ പിഴ വലിയ സാറേ പിഴ വന്ന് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയണ, മോളെ നീ ഒരുപാട് അനുഭവിച്ചൂലേ? അപ്പോഴേക്കും രാജു അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം എന്ത് സാറേ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് താൻ രാജുവിനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ രാജു പറയണേ, നീ നോക്കണ്ട എന്നെ, ഞാൻ യതീന്ദ്രൻ സാറിനോട് എല്ലാം പറഞ്ഞു. നിന്നെ ഇവിടെ ഇട്ട് ഇവർ കഷ്ടപ്പെടുത്തിയ കഥകളൊക്കെ ഞാൻ യതീന്ദ്രൻ സാറിനോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന യതീന്ദ്രൻ പറയണേ, ഞാനൊരു പൊട്ടനായിപ്പോയി, ഞാനൊരു വിഡ്ഢിയായിപ്പോയി. എൻ്റെ മകനെയും മരുമകളെയും ഒരുപോലെ രാജുവിനെയും കിട്ടാതായപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇവർ ഇത്രയും വലിയൊരു ദുഷ്ടത്തരം നിന്നോട് ചെയ്യുമെന്ന്. പക്ഷെ ഞാനത് ആലോചിക്കുക പോലും ചെയ്തില്ല. എന്നാൽ ഞാൻ അതിനൊരു വഴി കണ്ടെത്തണമായിരുന്നു, അതും ചെയ്തില്ല. എന്തായാലും വലിയ കഷ്ടമായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനി പറയണേ, ഇപ്പോഴെല്ലാം ശരിയായല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോഴേക്കും തൻ്റെ പിറകിൽ കാണാൻ വിവേക് വന്ന് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ വിവേക് ഈ ഒരു ഇത് കൊടുന്നു കൊടുക്കുക. അപ്പോഴേക്കും വിജയ് പുറത്ത് അവരുടെ കോൺഫറൻസ് ഹാളിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ അതിൻ്റെ ആ ഒരു കണ്ണാടിയുടെ ആ ഇതിലൂടെ ഇങ്ങനെ തൻ്റെ അതായത് തൻ്റെ ഭാര്യയ്ക്ക് വിളിക്കുകയാണ്, ഇന്ദ്രജയ്ക്ക് വിളിക്കണം. ഇന്ദ്രജ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ പറയുന്നത് എന്താ, ഇന്ദ്രജ എന്തായാലും വിജയ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്തായാലും മാമി പേടിക്കേണ്ട, ഡാഡി എന്തായാലും അവളെ പാട്ടി പുറത്താക്കുന്ന ആ ഒരു സീനായിരിക്കും ഇനി കാണാനിരിക്കുന്നത്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല, അങ്ങേരുടെ മരുമകൾ എന്ന് പറഞ്ഞ് തലക്കം പിടിച്ച് ആ വേലക്കാരി അവിടെ പിടിച്ച് നിർത്തിയിരിക്കല്ലേ. അപ്പോൾ ഇതേ സമയം വേദ ഇതൊക്കെ തന്നെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ കോളിൽ വിളിച്ചിട്ട് ആൻറ്റി ഇതാ കണ്ടോ എന്ന് പറയട്ടെ ആൻറ്റിക്ക് ഇത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ കാണുന്ന കാഴ്ച യതീന്ദ്രൻ കാണാൻ നന്ദിനിക്ക് ഹാരം ഇട്ട് കൊടുക്കുന്നു കേട്ടോ. കഴുത്തിലേക്ക് ഒരു മാല ഇട്ട് കൊടുക്കുകയാണ്. ഇനി നീയാണല്ലേ ഇവിടുത്തെ സിഒ, അപ്പോൾ അതുകൊണ്ട് തന്നെ നീ തന്നെയാണ് ഇവിടുത്തെ സിഒ ഉണ്ടാവുക, നിനക്ക് അതിനുള്ള യോഗ്യതയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ആശംസകൾ എന്ന് പറയട്ടെ നന്ദിനിയുടെ കഴുത്തിൽ ഒരു മാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് പത്മ കാണുന്നത്. പത്മയുടെ കാലിയങ്ങ് അടങ്ങുന്നില്ല. ഇതാണോടി നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജയെ വഴക്കുറയാണ്. അപ്പോൾ ഇന്ദ്രജ, മമ്മി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. നമ്മുടെ ഡാഡി എന്നാലും കമ്പനിക്കാര്യത്തിലെങ്കിലും സ്ട്രിക്റ്റ് ആവുമെന്നാണ് കരുതിയത്. ഡാഡി എന്നാൽ ഇത്ര വലിയ മാറ്റം എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്? നിൻ്റെ ഡാഡി ഇത് തന്നെ ചെയ്യുന്നത് എനിക്ക് നന്നായി അറിയായിരുന്നു. നീ വിചാരിക്കുന്ന ഡാഡിയൊന്നുമല്ല നിൻ്റെ ഡാഡി അങ്ങേർക്ക് ആ വേലക്കാരിയോടാണ് എപ്പോഴും കൂറുക എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം ഈ ഒരു ഫോണിൽ ഇങ്ങനെ വീഡിയോ കോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, മോളെ നീ നല്ല നിലയ്ക്ക് എത്തണം, നീ നല്ല നിലയ്ക്ക് എത്തുന്നത് കാണാനാണ് ഈ അച്ഛന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യതീന്ദ്രൻ സാർ, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. എനിക്ക് ഇംഗ്ലീഷ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്തുപോലും എന്നറിയാത്ത ഞാൻ എങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ, ഇത്രയും വലിയൊരു പോസ്റ്റിൽ എനിക്കിപ്പോൾ ഈ ചിത്രം വരച്ചിരിക്കുന്നത് പോലെ ഇരിക്കാനേ കഴിയുള്ളൂ, അല്ലാതെ എന്നെക്കൊണ്ട് എന്ത് കഴിയാനാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണ, മോളെ ആരും എല്ലാവരും എല്ലാം കഴിഞ്ഞിട്ടില്ല ഇന്ന് ലോകത്തോട്ട് വന്നിരിക്കുന്നത്. ഒന്നും അറിയാതെ എല്ലാവരും ഈ ലോകത്തോട്ട് എത്തുക. പിന്നീട് ഓരോ വഴികളിലൂടെ പോകുമ്പോൾ ഓരോ വഴിയാണ് നമ്മളെ അതിലൂടെ പോകുമ്പോൾ പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ മോൾക്ക് ഈ സാഹചര്യം കടന്നു പോകുമ്പോൾ നീ എന്തായാലും അതും പഠിക്കും. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിൻ്റെ ഭാഷയായി മാറും. അത് നീ മനസ്സിലാക്കുക. ഓരോരുത്തരുടെ ഭാഷയാണ്, അത് നീ മനസ്സിലാക്കുക. നിൻ്റെ മലയാളമാണെങ്കിൽ മറ്റുള്ളവരുടെ ഇംഗ്ലീഷ്, പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ കുറച്ച് ഫാഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതും ആയി മാറും. നീ സങ്കടപ്പെടേണ്ട, എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. സാറ് എങ്ങനെയെങ്കിലും സൂര്യ സാറിനോട് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ നോക്കുക.
പത്മ മാഡത്തിന് എന്നോട് കൂടുതൽ ദേഷ്യമാകുന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോളെ വലിയ സ്ഥാനത്തോട്ട് എത്തിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ആഗ്രഹമാണ്. സൂര്യയുടെ ആഗ്രഹം മാത്രമല്ല, ഇനി ഒരുപാട് അനുഭവിച്ചു, ഇനി സൂര്യ എന്ത് തീരുമാനം എടുക്കുന്നോ അതിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ. അതേ സമയം സൂര്യ ഡാഡി ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഡാഡി നമുക്ക് പോവല്ലേ എന്ന് ചോദിക്കാൻ, പോവാം മോനെ പോവാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഡോറ് തുറക്കുമ്പോൾ യതീന്ദ്രൻ്റെ ഡോറ് തുറക്കുന്ന ആ സൈഡിൽ കാണാൻ വിജയ് താഴോട്ട് ഇങ്ങനെ താന്നിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ മുന്നോട്ട് കിടക്കുമ്പോഴത്തേന് വിജയ് ഒളിച്ച് നിൽക്കണ്ട, നിൻ്റെ ഈ ഒളിക്കളി നിർത്തിയേക്ക്, നീ ഇങ്ങ് മുന്നോട്ട് വാ എന്ന് പറയണേ. അപ്പോൾ അത് ഡാഡി അത് പിന്നെ നിർത്ത്, നിൻ്റെ ഈ കള്ളക്കളി വേണ്ട. അപ്പോഴേക്കും സൂര്യ മര്യാദക്ക് നിന്നോട് ഇങ്ങോട്ട് വെളിയിലോട്ട് വരാനല്ലേ പറഞ്ഞ്, ഇവൻ എന്നുമുള്ള പരിപാടിയാണ് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് കാണിക്കുന്നു എന്നുള്ള ഈ കള്ളക്കളി എന്നൊക്കെ പറഞ്ഞിട്ട് വിജയിനെ ഒരുപാട് അടിക്കുകയാണ് കേട്ടോ സൂര്യ. അപ്പോൾ ഉടൻ തന്നെ അവിടെ യതീന്ദ്രൻ പറയണ, മതി മോനെ ഇത് ഇവിടെ വെച്ച് നിർത്ത്, ഇനി എന്തായാലും ഇങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. പിന്നീട് പത്മ കല്ലിതുള്ളാണ്. പത്മ പറയാണ്, അങ്ങേര് ഇങ്ങ് വരട്ടെ, അങ്ങേർക്ക് ഞാൻ വെറുതെ ഒന്നും വിടത്തില്ല, അങ്ങേരുടെ ഇഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടിയാൽ ഇവിടുന്ന് എന്നെ പുകഴ്ത്തിയും കൊണ്ട് പോയിട്ട് ഞാനതങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അത്രയും പേരുടെ മുന്നിൽ വെച്ച് നിന്നെ അവൻ കളിയാക്കിയെങ്കിൽ അത് ഞാൻ ചോദ്യം ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങേര് ഇവിടുന്ന് പോയിട്ട് അങ്ങേരുടെ മരുമകളായ ആ വേലക്കാരിയായ പെണ്ണിന് അങ്ങേര് മാലയിട്ട് അഭിനന്ദിച്ചിരിക്കുന്നു. ഇത് ഞാൻ അങ്ങനെ വിടില്ല, ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ് പറയണേ, മമ്മി ഞാനും ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഡാഡിയെ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, ഡാഡി എല്ലാത്തിനും അവൾക്ക് സപ്പോർട്ടാണെങ്കിൽ നമുക്കിത് ചോദ്യം ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ പത്മ വലിയ സങ്കടത്തിലാവുകയാണ്. പക്ഷെ പത്മക്ക് ഈ CEO ഒരിക്കലും തൻ്റെ ആ സീറ്റിലോട്ട് അവൾ ഇരിക്കില്ല, അതൊക്കെ അങ്ങനെ ആയിരിക്കും എന്നാണ്. എന്നാൽ ഈ സമയം ഇത് ഉറപ്പിച്ചിരിക്കുകയാണ് സൂര്യ. അപ്പോൾ സൂര്യ അനന്തനോട് പറയണ, ആനന്ദ് പെട്ടെന്ന് നെയിം ബോർഡ് അടിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നാളെ വരുമ്പോൾ ഇപ്പോൾ ഡാഡി വന്നു, ഇനിയിപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത് ഇവൾക്ക് CEO പോസ്റ്റ് എഴുതി കൊടുക്കാനുള്ള ഒരു പരിപാടിയാണത്. ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നു, ഡാഡി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവിടുന്ന് അങ്ങ് CEO നന്ദിനി ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ നാളെ മുതൽ നന്ദിനിയാണ് ഇവിടുത്തെ CEO. അപ്പോൾ ആ നെയിം ബോർഡ് മാറ്റിയേക്ക്. അത് പിന്നെ സാറ് ഞാനെങ്ങനെ മാറ്റാനാണ് പത്മ മേഡം, എന്നോട് ഞാൻ ഉത്തരവിട്ടാൽ നീ അത് ചെയ്യുക, വേറെ ഒന്നുമില്ല. പത്മ മേഡത്തിൻ്റെ നെയിം ബോർഡ് മാറ്റുക, പിന്നീട് എൻ്റെ നന്ദിനിയുടെ നെയിം ബോർഡ് ആക്കുക എന്ന് പറയാൻ കേട്ടോ. ഈ സമയം നന്ദിനി സൂര്യയുടെ അരികിലോട്ട് വരികയാണ്. സൂര്യ സാർ എന്തിനാ വെറുതെ ഒരു വഴക്ക്, ഇവിടുത്തെ വഴക്ക് ഒഴിവാക്ക് സൂര്യ സാർ, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. നന്ദിനി ഇനി നീ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും എന്നോട് പറഞ്ഞാലുണ്ടല്ലോ പിന്നീട് എൻ്റെ സ്വഭാവം അങ്ങ് മാറും. എൻ്റെ സ്വഭാവം നീ മാറ്റാതെ നീ എന്നെ വീൽചെയറിലെടുത്തിട്ട് നീ എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് വരാനായിട്ട്. അപ്പോൾ ഈ സമയം നന്ദിനിയോട് പറയുന്നുണ്ട്, നീ ഒരുപാട് ത്യാഗം അനുഭവിച്ചെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നീ വിട്ടുപോയില്ലല്ലോ, അതന്നെ നിന്നോട് ഞാൻ എത്ര കടപ്പെട്ടാലും മതിയാവില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ സൂര്യക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നത് ഞാനെല്ലാം രാജു പറഞ്ഞിട്ട് അറിഞ്ഞു. എന്തായാലും ഇനി ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നീട് യതീന്ദ്രൻ വീട്ടിലെത്തുമ്പോൾ പത്മ കാലി തുള്ളാണ്. നിങ്ങൾ എന്തോന്നാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, അവരെന്ത് തോന്നിവാസവും ചെയ്യുമ്പോഴും നിങ്ങൾക്കിതിൻ്റെ ഉത്തരവാദിത്വ ബോധമൊന്നും നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഓരോ പ്രവർത്തിക്കുന്നത്. എന്നെ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവനെ കളിയാക്കിയപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതിന് പകരം അവൾക്ക് മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് കൊടുത്തിരിക്കുകയാണ് അല്ലേ. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. അവൻ എന്ത് കിടന്ന് തുള്ളിയാലും അവൾ എൻ്റെ കസേരയിൽ ഇരിക്കില്ല. എൻ്റെ കസേരയിൽ ഇരിക്കാനുള്ള ആ യോഗ്യത അവൾക്കില്ല. അവൾക്കൊപ്പം ഒപ്പിടാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള അവൾ ഇത്രയും നാൾ ഞാനിരുന്ന കസേരയിൽ അവൾ ഇരിക്കുക, അത് നടക്കത്തില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ പറയണ, പത്മ നീ നിൻ്റെ മകനോട് വഴക്കിടാൻ പോയാൽ അത് നിൻ്റെ തോൽവി എന്ന് തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ നിനക്കൊരു വിജയം ഉണ്ടാവില്ല. അത് നീ മനസ്സിലാക്കി എനിക്ക് ഇനി അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്നോടാണ് ആ വേലക്കാരി കളിക്കാൻ നിൽക്കുന്നത്, എന്നാൽ ആ വേലക്കാരിയെ ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ.